നമസ്കാരം എല്ലാ പ്രേക്ഷകർക്കും നവവത്സരാശംസകൾ. മീഡിയ സെന്റർ കൊല്ലം മധ്യാഹ്ന വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. മത്സ്യബന്ധന വള്ളം തകർന്നു. 5 മത്സ്യത്തൊഴിലാളികളെ രക്ഷപ്പെടുത്തി. വള്ളം മുങ്ങിക്കൊണ്ടിരിക്കുന്നതായും വള്ളത്തിൽ തന്നെ പിടിച്ചു കിടക്കുന്നതായി കാണപ്പെട്ടു. മറൈൻ എൻഫോഴ്സ്മെന്റ് ടീമും അവരെ രക്ഷപ്പെടുത്തി. നീണ്ടകരയിൽ നിന്ന് 15 നോട്ടിക്കൽ മൈൽ അകലെയായിരുന്നു അപകടം. 20 ലക്ഷം രൂപയുടെ നഷ്ടം കണക്കാക്കുന്നു. വീട്ടിൽ അതിക്രമിച്ചു കയറി 17-കാരിയെ മദ്യം നൽകി പീഡിപ്പിച്ചു. സംഭവത്തിൽ മധ്യവയസ്കനെ അറസ്റ്റ് ചെയ്തു. അഞ്ചൽ അഗസ്തിക്കോട് ഗൗരിയിൽ ഷിജുവിനെയാണ് അറസ്റ്റ് ചെയ്തത്. പുതുവത്സരാഘോഷം. കുന്നത്തൂർ താലൂക്കിൽ വാഹന പരിശോധന. റവന്യൂ എക്സൈസ് വകുപ്പുകൾ സംയുക്തമായാണ് പരിശോധന നടത്തിയത്. വിശദമായ വാർത്തകളിലേക്ക്. മത്സ്യബന്ധന വള്ളം തകർന്ന് കടലിലകപ്പെട്ട 5 മത്സ്യത്തൊഴിലാളികളെ രക്ഷപ്പെടുത്തി. നീണ്ടകരയിൽ നിന്ന് 15 നോട്ടിക്കൽ മൈൽ അകലെയായിരുന്നു അപകടം. തമിഴ്നാട്ടിൽ നിന്നുള്ള മത്സ്യത്തൊഴിലാളികളായിരുന്നു ബോട്ടിലുണ്ടായിരുന്നത്. 20 ലക്ഷം രൂപയുടെ നഷ്ടം കണക്കാക്കുന്നു. ഞങ്ങൾ 27-ാം തീയതിയാണ് പോയത്. കടലിൽ 3 വല നീട്ടി കര വരാൻ സമയത്താണ് കാറ്റിൻ്റെ ഇതിൽ വെള്ളം പൊട്ടിപ്പോയത്. 35ഓളം നാട്ടിയലിൻ്റെ വലയായിരുന്നു. പിന്നെ അവിടെ നിന്ന് അഡ്ജസ്റ്റ് ചെയ്ത് അതിനെ കെട്ടിവെച്ച് ഓടി വന്ന് ഒരു 8 നാട്ടിയൽ അതിൽ വെച്ചാണ് വെള്ളം താഴ്ന്നത്. അപ്പോൾ അവിടെ ഇവിടെ കമ്മീഷൻകാരനെ വിളിച്ചപ്പോൾ അവർ സ്വിച്ച് ഓഫ് ആയിരുന്നു. പിന്നെ വീട്ടിലെ നമ്പറുണ്ട്. പിന്നെ അവരെ വിളിച്ച് അവരെ അറിയിച്ച് പിന്നെ ഫിഷറീസ് ഓഫീസിൽ നിന്ന് സാറ് നമ്മുടെ നമ്പറിലോട്ട് വിളിച്ച് ഫോണിലുണ്ടായിരുന്നു. അവരെ വിളിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞ് 5 പേരും കൂടെ താഴ്ന്നപ്പോൾ കടലിലേന് നീന്തി കിടന്നു. പിന്നെ ഞങ്ങളുടെ ബാക്കിൽ നിന്ന് ഞങ്ങളുടെ രക്ഷിക്കാൻ 5 ഉണ്ടായിരുന്നു. ഞങ്ങളുടെ കൂടെ ഒരു 2-3 നാട്ടിൽ അകലെ വന്നുകൊണ്ടിരുന്നു. കാറ്റ് കാരണം അവരെ ഞങ്ങൾ അടുപ്പിക്കാൻ പറ്റിയില്ല. അവർ കുറച്ച് ലേറ്റായി. ഫിഷറീസിൻ്റെ ബോട്ട് രാത്രി തന്നെ ബോട്ട് എത്തി. പിന്നെ ആ സമയത്തൊന്നും ചെയ്യാൻ പറ്റില്ല, ഭയങ്കര കാറ്റായിരുന്നു. മീൻ പിടിക്കുന്നതിനിടെ ഫൈബർ വള്ളം ശക്തമായ തിരയിൽപ്പെട്ട് തകർന്ന് കടലിൽ താഴ്ന്നു. വള്ളത്തിലെ 5 മത്സ്യത്തൊഴിലാളികളെയും മറ്റൊരു വള്ളത്തിലെ മത്സ്യത്തൊഴിലാളികൾ രക്ഷപ്പെടുത്തി. താഴ്ന്ന വള്ളവും തൊഴിലാളികളെയും മറൈൻ എൻഫോഴ്സ്മെന്റ് ബോട്ടെത്തിയാണ് കരക്കെത്തിച്ചത്. 30 നോട്ടിക്കൽ മൈൽ ഭാഗത്ത് അപകടത്തിൽപ്പെട്ട് മുങ്ങുന്നതായി വിവരം കിട്ടിയതിന്റെ അടിസ്ഥാനത്തിൽ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പോലീസ് ഉദ്യോഗസ്ഥരും ലൈഫ് ഗാർഡുമാരുമായി എത്രയും പെട്ടെന്ന് തന്നെ നമ്മുടെ മറൈൻ എൻഫോഴ്സ്മെന്റ് ബോട്ട് സംഭവ സ്ഥലത്തേക്ക് പോവുകയും ഏകദേശം ഒരു 2 മണിക്കൂറോളം ഓടി അവിടെ എത്തിയ സമയത്ത് അപകടത്തിൽപ്പെട്ട വള്ളത്തിലെ തൊഴിലാളികൾ വള്ളത്തിൽ തന്നെ വെള്ളം മുങ്ങിക്കൊണ്ടിരിക്കുന്നതായും വള്ളത്തിൽ തന്നെ പിടിച്ചു കിടക്കുന്നതായി കാണപ്പെട്ട് മറൈൻ എൻഫോഴ്സ്മെന്റ് ടീമും അവരെ രക്ഷപ്പെടുത്തി ബോട്ടിൽ കയറ്റുകയും ഈ വള്ളം കെട്ടിവലിച്ച് തിരികെ ഈ ഇന്ന് വൈകിട്ട് ഏകദേശം 4 മണിയോടുകൂടി ശക്തികുളങ്ങര ഹാർബറിൽ എത്തിക്കുകയും ചെയ്തിട്ടുണ്ട്. തൊഴിലാളികൾക്ക് പരിക്കുകളൊന്നുമില്ല. ആൻഡ്രൂസിന്റെ ഉടമസ്ഥതയിലുള്ള മോസസ് എന്ന ഫൈബർ സ്റ്റോർ വള്ളമാണ്. നീണ്ടകരയിൽ നിന്ന് 30 നോട്ടിക്കൽ മൈൽ അകലെയാണ് സംഭവം. ശനിയാഴ്ച ഉച്ചയോടെ ശക്തമായ കാറ്റിൽപ്പെട്ട് വള്ളത്തിന് കേടുപാടുണ്ടായി. ഏറെ പ്രയാസപ്പെട്ട് വള്ളം ഓടിച്ചു വരുന്നതിനിടെ കരയിൽ നിന്ന് 15 നോട്ടിക്കൽ മൈൽ അകലെ വെച്ച് രാത്രി 9:45 വെള്ളം കയറി വള്ളം താഴ്ന്നു. 2 മണിക്കൂറോളം ഇതിൽ പിടിച്ചുകിടന്ന തൊഴിലാളികളെ മറ്റൊരു വള്ളക്കാരെത്തി രക്ഷപ്പെടുത്തുകയായിരുന്നു. തുടർന്ന് മറൈൻ എൻഫോഴ്സ്മെന്റിനെയും തീരദേശ പോലീസിനെയും വിവരം അറിയിച്ചു. മറൈൻ എൻഫോഴ്സ്മെന്റ് ബോട്ടെത്തി തൊഴിലാളികളെ കയറ്റി വള്ളം കെട്ടിവലിച്ചു. വൈകിട്ട് 5 മണിയോടെ ശക്തികുളങ്ങര തുറമുഖത്ത് എത്തിച്ചു. രാവിലെ 8:30 പുറപ്പെട്ട ബോട്ട് ഏറെ കടമ്പകൾ താണ്ടിയാണ് വള്ളവുമായി എത്തിയത്. പൊഴിയൂർ സ്വദേശികളായ ആൻഡ്രൂസ്, രാജു, ശെൽവരാജ്, ഗബ്രിയേൽ, ജസ്റ്റിൻ എന്നിവരാണ് രക്ഷപ്പെട്ട മത്സ്യത്തൊഴിലാളികൾ. മറൈൻ എൻഫോഴ്സ്മെന്റ് CI SS ബൈജു, CPO ജോൺ, ലൈഫ് ഗാർഡുമാരായ ആൽബർട്ട, തോമസ്, ശ്രാങ്ക്, ഗ്ലാഡിസ് ആന്റണി, ഡ്രൈവർ ബൈജു എന്നിവരാണ് രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകിയത്. 20 ലക്ഷം രൂപയുടെ നഷ്ടമുണ്ടായതായി വള്ളമുടമ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, ചവറ. ഓച്ചിറ NB ത്രിവിക്രമൻ പിള്ള ഫൗണ്ടേഷൻ ഫോർ ആർട്സ് ആൻഡ് ലിറ്ററേച്ചറിന്റെ നേതൃത്വത്തിൽ പുരസ്കാര സമർപ്പണം നടത്തി. പുസ്തക പ്രകാശനം, അനുസ്മരണ സമ്മേളനം എന്നിവയും നടന്നു. ഓച്ചിറ NB ത്രിവിക്രമൻ പിള്ള ഫൗണ്ടേഷൻ ഫോർ ആർട്സ് ആൻഡ് ലിറ്ററേച്ചറിന്റെ നേതൃത്വത്തിലാണ് അനുസ്മരണ സമ്മേളനം, പുരസ്കാര സമർപ്പണം എന്നിവ സംഘടിപ്പിച്ചത്. ഇതോടനുബന്ധിച്ച് പുസ്തക പ്രകാശനവും നടത്തി. വലിയകുളങ്ങര ഓണാട്ട് ഭഗവതി ക്ഷേത്രത്തിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ CR മഹേഷ് MLA സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. തഴവ സഹദേവൻ അധ്യക്ഷത വഹിച്ചു. മുൻ മന്ത്രി C ദിവാകരൻ പുരസ്കാര സമർപ്പണം നിർവഹിച്ചു. അതുകൊണ്ട് എനിക്ക് വലിയ പ്രയാസമുണ്ട്. ആദ്യമായിട്ട് നമ്മുടെ മണ്ഡലത്തിൽ നിങ്ങൾ കൊണ്ടുവന്നത് ഞാൻ അഭിനന്ദിക്കും. അതിന് നിമിത്തമായത് എന്റെ ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്തുക്കളില്ലായിരുന്ന ത്രിവിക്രമപിള്ളയുടെ സ്നേഹബന്ധം അങ്ങനെ എനിക്ക് അതേപോലെ പരിചയമുണ്ടായിരുന്നു. ഞാൻ വല്ലാത്തൊരു യുവജന പ്രസ്ഥാനത്തിന്റെ ആളായിട്ടും
പ്രൊഫസർ പ്രയാർ പി രാധാകൃഷ്ണക്കുറുപ്പ് പുരസ്കാര ജേതാവിനെ പരിചയപ്പെടുത്തി. എൻ ഷൺമുഖംപിള്ള അനുസ്മരണവും പുസ്തക പ്രകാശനവും നിർവഹിച്ചു. നിലമ്പൂർ ആയിഷ, എസ്.എം. ഇക്ബാൽ എന്നിവർക്കാണ് പുരസ്കാരം സമ്മാനിച്ചത്. 10 പതിറ്റാണ്ട് മുൻപ് അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും അസംഘടിതരാക്കിയിരുന്ന കേരളീയ ജനതയെ നേർവഴിയിലേക്ക് കൊണ്ടുവരാനും വളർന്നു വരുന്ന യുവതലമുറകൾക്ക് അനുകൂലമായ രീതിയിൽ പ്രവർത്തിക്കാനുമായിരുന്നു ആ കാലഘട്ടത്തിൽ നാടക പ്രസ്ഥാനങ്ങളും സാംസ്കാരിക നായകന്മാരും പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്നത്. അതിന്റെ ഭാഗമായിക്കൊണ്ട് തന്നെ നമ്മൾക്ക് ഐക്യ കേരളം ഇവിടെ സൃഷ്ടിക്കാൻ കഴിഞ്ഞു. മാത്രമല്ല നമ്മൾക്ക് ഒരു ഗവൺമെന്റിന് വരെ കൊണ്ടുവരാൻ കഴിഞ്ഞു. നടൻ ഗോവൻ കൽഹാരം ഗ്രന്ഥശാല പുരസ്കാരം സമർപ്പിച്ചു. VP ജയപ്രകാശ് മേനോൻ, അമ്പാട്ട് അശോകൻ, N ശശിധരൻപിള്ള, KN ബാലകൃഷ്ണൻ, കടത്തൂർ മൻസൂർ, TJ ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ഓച്ചിറ. ശൂരനാട് രക്തസാക്ഷിത്വ വാർഷികാചരണത്തിന് തുടക്കം. CPM-ന്റെ നേതൃത്വത്തിൽ ചക്കുവള്ളിയിൽ പതാക ഉയർത്തി. CPI-യുടെയും CPM-ന്റെയും നേതൃത്വത്തിൽ വിവിധ പരിപാടികൾ രക്തസാക്ഷിത്വ വാർഷികത്തിന്റെ ഭാഗമായി നടക്കും. ശൂരനാട് രക്തസാക്ഷിത്വ അനുസ്മരണത്തിന്റെ ഭാഗമായാണ് പതാക ദിനം ആചരിച്ചത്. CPM-ന്റെ നേതൃത്വത്തിൽ ചക്കുവള്ളി ജംഗ്ഷനിൽ പതാക ഉയർത്തി. കാപ്പക്സ് ചെയർമാൻ M ശിവശങ്കരപിള്ളയാണ് പതാക ഉയർത്തിയത്. സംഭാവനയുമാണ് ആ ശൂരനാട് സംഭവത്തെ തുടർന്ന് ഇവിടെ ഉണ്ടായത്. ഇന്ന് നാം കാണുന്ന സ്വാതന്ത്ര്യവും നേടിയെടുത്ത അവകാശങ്ങളും പുരോഗതിക്കുമെല്ലാം നാന്ദി കുറിച്ചത് ശൂരനാട് രക്തസാക്ഷികളുടെ ധീരോജ്വലമായ പോരാട്ടത്തിന്റെ കൂടി ഭാഗമാണ്. ആ രക്തസാക്ഷിത്വത്തെ സ്മരിക്കുക എന്നുള്ളത് പുരോഗമന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെ സംബന്ധിച്ച് ഒഴിച്ചുകൂടാനാവാത്തതാണ്. CPI-യും CPI-യും ഒരുമിച്ച് ചേർന്നാണ് ഈ രക്തസാക്ഷിത്വ ദിനാചരണ പരിപാടികൾ ഇപ്പോൾ നടത്തിവരുന്നത്. 75ാം വാർഷിക ദിനാചരണവും ആ രൂപത്തിൽ തന്നെ സംഘടിപ്പിക്കുന്നതിനാണ് തീരുമാനിച്ചിട്ടുള്ളത്. ശൂരനാട് രക്തസാക്ഷിത്വ വാരാചരണത്തിന്റെ 75ാമത് വാർഷികമാണ് ഇത്തവണ നടക്കുന്നത്. ചടങ്ങിൽ CPM ഏരിയ കമ്മിറ്റി അംഗം അക്കരയിൽ ഹുസൈൻ, V നിഷാദ, N പ്രതാപൻ തുടങ്ങിയവർ പങ്കെടുത്തു. CPI-യുടെയും CPM-ന്റെയും നേതൃത്വത്തിൽ വിപുലമായ പരിപാടികളാണ് രക്തസാക്ഷിത്വ ദിനാചരണത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ചിട്ടുള്ളത്. ന്യൂസ് ബ്യൂറോ, ചക്കുവള്ളി. വീട്ടിൽ അതിക്രമിച്ചു കയറി 17-കാരിക്ക് മദ്യം നൽകി പീഡിപ്പിച്ച കേസിൽ മധ്യവയസ്കനെ അറസ്റ്റ് ചെയ്തു. അഞ്ചൽ അഗസ്തിക്കോട് ഗൗരിയിൽ ഷിജുവിനെയാണ് ഏരൂർ പോലീസ് അറസ്റ്റ് ചെയ്തത്. പെൺകുട്ടിയുടെ കുടുംബ സുഹൃത്തായ ഷിജുമോൻ കുട്ടിയുടെ മാതാവ് വീട്ടിലില്ല എന്ന് മനസ്സിലാക്കി വീട്ടിലെത്തി കുട്ടിക്ക് ശീതളപാനീയത്തിൽ മദ്യം കലർത്തി നൽകിയ ശേഷമാണ് പീഡിപ്പിച്ചതത്രേ. പക്ഷാഘാതം ബാധിച്ച് തളർന്ന് കിടക്കയിൽ കഴിയുന്ന കുട്ടിയുടെ പിതാവ് ഈ സമയം വീട്ടിലുണ്ടായിരുന്നു. അഗസ്ത്യക്കോട്ട് പെറ്റ് ഷോപ്പ് നടത്തിയിരുന്ന ഷിജുമോൻ പെൺകുട്ടിയുടെ വീടുമായി അടുത്ത ബന്ധം പുലർത്തി വന്നയാളാണ്. പെൺകുട്ടിയുടെ മാതാവ് ക്ഷേത്രത്തിൽ പോയത് മനസ്സിലാക്കിയ ഷിജുമോൻ ഇവരുടെ വീട്ടിലെത്തി കുട്ടിക്ക് ശീതളപാനീയത്തിൽ മദ്യം കലർത്തി നൽകുകയും ഇതോടെ കുട്ടിക്ക് ബോധം നഷ്ടപ്പെടുകയുമായിരുന്നു. പിന്നീടാണ് കുട്ടിയെ ഷിജുമോൻ പീഡിപ്പിച്ചത്. സംഭവത്തിന് ശേഷം കുട്ടി വീട്ടിൽ നിന്ന് രക്ഷപ്പെട്ട് തിരുവനന്തപുരത്തുള്ള ബന്ധു വീട്ടിലെത്തി. വിവരം പറഞ്ഞതിനെ തുടർന്ന് നേമം പോലീസ് സ്റ്റേഷനിൽ കുട്ടിയെ എത്തിച്ച് പരാതി നൽകുകയും പിന്നീട് നേമം പോലീസാണ് കേസ് ഏരൂർ പോലീസിന് കൈമാറുകയും ചെയ്തത്. തുടർന്ന് ഏരൂർ പോലീസ് കുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തിയ ശേഷം പ്രാഥമിക അന്വേഷണം പൂർത്തിയാക്കിയാണ് കേസിൽ ഷിജുമോനെ അറസ്റ്റ് ചെയ്തത്. ഇയാൾക്കെതിരെ പോക്സോ വകുപ്പും ചുമത്തിയിട്ടുണ്ട്. ഏരൂർ CI MG വിനോദ് കുമാർ, SI ആനന്ദ് എന്നിവരുടെ നേതൃത്വത്തിലാണ് ഷിജുവിനെ അറസ്റ്റ് ചെയ്തത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. ചെണ്ടയിൽ അരങ്ങേറ്റം നടത്തി. കൊല്ലം വാളത്തുങ്കൽ പുത്തൻചന്ത ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലാണ് അരങ്ങേറ്റം നടന്നത്. അയത്തിൽ പ്രസാദ് ആശാന്റെ ശിക്ഷണത്തിൽ പരിശീലനം പൂർത്തിയാക്കിയ 16 പേരുടെ അരങ്ങേറ്റമാണ് നടന്നത്. കൊല്ലം അയത്തിൽ പ്രസാദാശന്റെ ശിക്ഷണത്തിൽ ചെണ്ട പരിശീലനം പൂർത്തിയാക്കിയ 16 കലാകാരികളുടെയും കലാകാരന്മാരുടെയും ചെണ്ടവാദ്യ അരങ്ങേറ്റമാണ് നടന്നത്. അരങ്ങേറ്റമാണ് ഇവിടെ നടക്കുന്നത്. 16 കുട്ടികൾ പങ്കെടുക്കുന്നു. പെൺകുട്ടി ഉൾപ്പെടെ എല്ലാവിധ സഹകരണങ്ങളും ചേർന്ന പുത്തൻചന്ത ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ ഭരണസമിതിയാണ്. അപ്പം ഈ പരിപാടിയിൽ പങ്കെടുത്തിട്ടുള്ള മുഴുവൻ ആളുകളെയും വ്യക്തികളെയും രക്ഷാകർത്താക്കളെയും സരസ്വതി കലാക്ഷേത്രത്തിലെ ഗുരുവാദനം എന്നുള്ള നിലയിൽ നന്ദി അറിയിക്കുന്നു. കലാമണ്ഡലം രാജീവൻ നമ്പൂതിരി ഭദ്രദീപം തെളിയിച്ച യോഗം ഉദ്ഘാടനം ചെയ്തു. പഴയ ഒരു അധ്യാപകന്റെ സുഖം നമുക്കെല്ലാം അറിയാമല്ലോ. പഠിപ്പിക്കുന്ന രീതി, ആത്മാർത്ഥത തീർച്ചയായും അത് അദ്ദേഹത്തിൽ ഉണ്ടെന്ന് എനിക്ക് കൃത്യമായി അറിയാം. അദ്ദേഹത്തിന്റെ പല കാര്യങ്ങളും ഞാൻ കേട്ടറിയുന്ന ആളായതുകൊണ്ട് അദ്ദേഹത്തിന് കൂടി അദ്ദേഹത്തിന്റെ പാദങ്ങൾ കൂടി ഞാൻ നമസ്കരിക്കുന്നു. കാരണം ഇങ്ങനെ കുട്ടികളെ അതിന് പ്രാപ്തരാക്കി അതിനപ്പുറം ഇതിനൊക്കെ വളരെ ശക്തമായ പിന്തുണ നൽകിക്കൊണ്ട് ഇവിടുത്തെ ഒരു കൂട്ടം
ക്ഷേത്ര സംഘാടകരും മറ്റ് സഹൃദയരും ചെയ്യുന്ന ഈ ഒരു നന്മയുണ്ടല്ലോ, നന്മയുള്ള പ്രവൃത്തിയാണത്. തീർച്ചയായും അവരെയും ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ അറിയിക്കട്ടെ. അയത്തിൽ പ്രസാദാശാൻ അരങ്ങേറ്റകർക്ക് ചെണ്ടക്കോൽ നൽകി. തുടർന്ന് ആശാന്റെയും ശിഷ്യരുടെയും നേതൃത്വത്തിൽ ചെണ്ടവാദ്യം നടന്നു. കലാകാരന്മാരും കലാസ്വാദകരും അവരുടെ കുടുംബാംഗങ്ങളുമടക്കം നൂറുകണക്കിന് പേർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കുട്ടിയാം. കുന്നത്തൂർ താലൂക്കിന്റെ വിവിധ ഭാഗങ്ങളിൽ വാഹന പരിശോധന നടത്തി. തഹസീൽദാരുടെയും എക്സൈസിന്റെയും നേതൃത്വത്തിലായിരുന്നു പരിശോധന. പുതുവത്സരാഘോഷത്തിൽ ലഹരിക്കടത്ത് തടയുക എന്ന ലക്ഷ്യത്തോടെയായിരുന്നു പരിശോധന. താലൂക്കിലെ കള്ളുഷാപ്പുകളിലും പരിശോധന നടന്നു. പുതുവത്സരാഘോഷത്തിന്റെ ഭാഗമായാണ് വാഹന പരിശോധന ശക്തമാക്കിയത്. ഇതോടൊപ്പം കുന്നത്തൂർ താലൂക്കിലെ കള്ളുഷാപ്പുകളിലും പരിശോധന നടത്തി. കുന്നത്തൂർ തഹസിൽദാർ സുനിൽ, എക്സൈസ് സജീവ് എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു പരിശോധന. ന്യൂ ഇയർ പ്രമാണിച്ചുള്ള കമ്പയിൻ റെയ്ഡിന്റെ ഭാഗമായി എൻഫോഴ്സ്മെന്റ് പ്രവർത്തനങ്ങൾ ശക്തമാക്കുമെന്ന ലക്ഷ്യത്തോടു കൂടി റവന്യൂ വകുപ്പുമായി ചേർന്നാണ് സംയുക്ത വാഹന പരിശോധന നടത്തിക്കൊണ്ടിരിക്കുന്നത്. 31-ാം തീയതി ആയ പ്രത്യേക വേളയിൽ വ്യാജമദ്യത്തിന്റെയും മദ്യത്തിന്റെ അനധികൃതമായ കടത്തും ഉണ്ടെന്ന് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് റവന്യൂ വകുപ്പ് തഹസീൽദാർ നേതൃത്വത്തിലുള്ള റെയ്ഡ് ഇവിടെ നടത്തുന്നത്. വിവിധ കേന്ദ്രങ്ങളിൽ സംയുക്തമായാണ് പരിശോധന നടത്തിയത്. അനധികൃത മദ്യക്കടത്ത്, ലഹരി ഉപയോഗം എന്നിവ നിയന്ത്രിക്കുന്നതിന്റെ ഭാഗമായാണ് വാഹന പരിശോധന ഉൾപ്പെടെ നടത്തിയത്. ന്യൂസ് ബ്യൂറോ, ശാസ്താംകോട്ട. യൂത്ത് ഫ്രണ്ട് എമ്മിന്റെ നേതൃത്വത്തിൽ ക്രിസ്മസ് പുതുവത്സരാഘോഷം നടത്തി. ഡോക്ടറേറ്റ് നേടിയ കേരള കോൺഗ്രസ് എം ഉന്നതാധികാര സമിതി അംഗം ബെന്നി കക്കാടിനെ അനുമോദിച്ചു. സമ്മേളനം ജില്ലാ പ്രസിഡന്റ് വഴുതാനത്ത് ബാലചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. കേരള യൂത്ത് ഫ്രണ്ട് എം കുന്നത്തൂർ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ക്രിസ്മസ് പുതുവത്സരാഘോഷം സംഘടിപ്പിച്ചത്. ആഘോഷ പരിപാടികളുടെ ഉദ്ഘാടനം ജില്ലാ പ്രസിഡന്റ് വഴുതാനത്ത് ബാലചന്ദ്രൻ നിർവഹിച്ചു. ഈ പറഞ്ഞ യൂത്ത് ഫ്രണ്ട് നിയോജക കമ്മിറ്റിയുടെ ശ്രീ കെ മാണിയുടെ അനുഗ്രഹം എപ്പോഴും കൂടിയുള്ളൊരു പാർട്ടി. അദ്ദേഹം നമ്മൾ താങ്ക്യോടിക്കാം. അതിന്റെ അനുഗ്രഹം ഈ പാർട്ടിക്കുണ്ട്. അദ്ദേഹം മറ്റു പാർട്ടി ജോസ് കെ മാണിയുടെ പാർട്ടി ചെയർമാൻ ജോസ് കെ മാണിയുടെ നേതൃത്വത്തിലുള്ള ശക്തമായ രൂപത്തിൽ കേരള കോൺഗ്രസ് പാർട്ടി സംസ്ഥാനത്തുടനീളം നടന്നുകൊണ്ടിരിക്കുന്നു. അതിപ്പം മന്ത്രി ക്യാബിനറ്റ് റാങ്കിൽ ജലസേന വകുപ്പ് മന്ത്രി, അതുപോലെ ക്യാബിനറ്റ് റാങ്കിൽ ചീഫ് വിപ്പ് ഡോക്ടർ ജയരാജൻ, 2 MP-മാര്, പിന്നെ ബാക്കി MLA-മാർ ഉൾപ്പെടെയുള്ള ഒരു സംസ്ഥാനമാണ് കേരള കോൺഗ്രസ് പാർട്ടി. എം കെ സജീർ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന ഉന്നതാധികാര സമിതി അംഗം ഡോക്ടർ ബെന്നി കക്കാടിനെ ചടങ്ങിൽ അനുമോദിച്ചു. ഈ ചടങ്ങിൽ വളരെ സന്തോഷപൂർവ്വമാണ് പങ്കെടുക്കുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം കുന്നത്തൂർ നിയോജകമണ്ഡലത്തിൽ പാർട്ടിയുടെ വളർച്ച അത് ലക്ഷ്യമാക്കിക്കൊണ്ട് നമ്മുടെ പ്രിയപ്പെട്ട പാർട്ടിയുടെ വളരെ സീനിയറായിട്ടുള്ള ഈ നിയോജകമണ്ഡലത്തിലെ നേതാവ്, കൊല്ലം ജില്ലയുടെ നേതാവ് പ്രിയങ്കരനായ വഴുതാനത്ത് ബാലചേട്ടൻ അടക്കമുള്ളവർ ഇവിടെ ഈ പാർട്ടിക്ക് വേണ്ടി അഹോരാത്രം പണിയെടുത്തുകൊണ്ട് കുന്നത്തൂർ പ്രദേശം, ഈ കുന്നത്തൂർ നിയോജകമണ്ഡലത്തിൽ പാർട്ടിയുടെ വളർച്ചയ്ക്ക് വേണ്ടി ആത്മാർത്ഥമായി പടവരുകയാണ്. യൂത്ത് ഫ്രണ്ട് എം ജില്ലാ പ്രസിഡന്റ് ആർ ശ്രീരാഘകൃഷ്ണൻ മുഖ്യപ്രഭാഷണം നടത്തി. ഫാദർ EP വർഗീസ് ഇടവന ക്രിസ്മസ് സന്ദേശം നൽകി. അതുകൊണ്ട് പ്രിയമുള്ള സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, ക്രിസ്മസിന്റെയും പുതുവർഷത്തിന്റെയും ഈ വേളയിൽ എനിക്ക് ആ സ്വാമി നൽകിയ വളരെ നല്ല ഒരു സാരോപദേശം. ഒന്നാമത്തെ കാര്യമെന്ന് പറയുന്നത്, നമ്മൾ ഈ 2024 പ്രവേശിക്കുക. ക്രിസ്മസിന്റെ ആരവങ്ങളെല്ലാം തീർന്നുപോയി. അവിടെ 2-3 വ്യക്തിത്വങ്ങളെ നമ്മൾ ക്രിസ്മസിന്റെ രാവിലെ കണ്ടു. 1 പരിശുദ്ധ കന്യക മറിയം, 2 ജോസഫ് പിതാവ്, 3 യേശു. 3 പേർക്കും 3 രീതിയിലുള്ള സ്വഭാവം. ജോസഫിനാണെങ്കിൽ എല്ലാം സഹിക്കുവാനും വഹിക്കുവാനുള്ള ഒരു ഹൃദയം. ഈ കന്യകയായ പെൺകുട്ടി ഗർഭിണിയായപ്പോൾ ഭാര്യയായിട്ട് സ്വീകരിക്കുവാൻ ദൈവത്തിന്റെ ദൂതൻ കൽപ്പിച്ചതനുസരിച്ച് യാതൊരു മടിയും കാണിക്കാതെ വിനയത്തോടുകൂടി സ്വീകരിച്ച ഒരു ചെറുപ്പക്കാരൻ. സിന്ധു ബിജു, ഉഷാലിയം ശിവരാജൻ, ജോൺ പി കരിക്കം, ഇഞ്ചക്കാട് രാജൻ, ജോസ്മത്തായി, ചവറ ഷാ, KY സുനറ്റ്, പ്രീത രജനീഷ്, ഷെരീഫ് ഷാ, R രവീന്ദ്രൻപിള്ള, കോട്ടൂർ നൌഷാദ്, അഡ്വക്കേറ്റ് സജിത് കോട്ടവിള, വാറവിൽ ബഷീർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ശാസ്താംകോട്ട. യൂത്ത് കോൺഗ്രസ് തൊടിയൂർ മണ്ഡലം പ്രസിഡന്റായി മുഹമ്മദ് അൻഷാദ് ചുമതലയേറ്റു. CR മഹേഷ് MLA ഉദ്ഘാടനം ചെയ്തു. രാജ്യം ഭരിക്കുന്ന ഭരണകൂടം രാജ്യത്താകമാനം ഇന്ത്യയെ മതരാഷ്ട്രമാക്കി മാറ്റാൻ ശ്രമിക്കുമ്പോൾ നമ്മൾ അതിനെതിരായി, ഒഴുക്കിനെതിരായി, ഒരാളിന്റെ ജനനം മുതൽ മരണം വരെ ഏത് മതമാണെങ്കിലും മതത്തിൽ അധിഷ്ഠിതമായി ജീവിക്കുന്നവരാണ്. ആ മതത്തെ പ്രധാനമായും കെട്ടിപ്പിടിച്ചുകൊണ്ടൊരു രാഷ്ട്രീയ പ്രസ്ഥാനം വിടാതെ ഭക്ഷണത്തിലും വസ്ത്രത്തിലും ആരാധനയിലും എല്ലാത്തിലും മതം പറഞ്ഞുകൊണ്ട് രാഷ്ട്രീയ പ്രസ്ഥാനം മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ പറയുന്നു മതം വിശ്വസിച്ചോ, പക്ഷെ
അതിനൊക്കെ അപ്പുറത്ത് നമ്മുടെ രാജ്യം മതേതര രാജ്യമാണ് എന്ന് പറയുന്നത് കേൾക്കാൻ ആളില്ല. മതേതര ഭരണകൂടം ഭരണഘടന നിലനിൽക്കുന്ന രാജ്യത്ത് മതം ഭരിക്കാൻ തുടങ്ങിയിരിക്കുകയാണ്. അപ്പോൾ രാഹുൽ ഗാന്ധി ഒറ്റപ്പെടും, ഇപ്പോൾ തൊടിയൂർ പഞ്ചായത്തിൽ ഒറ്റപ്പെടും, ഗുജറാത്തിൽ ഒറ്റപ്പെടും, ഉത്തർപ്രദേശിൽ ഒറ്റപ്പെടും, പലയിടത്തും ഒറ്റപ്പെടും. കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ഷമീം പൂവാണ്ണേലിന്റെ അധ്യക്ഷതയിലാണ് സ്ഥാനാരോഹണ ചടങ്ങ് നടന്നത്. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി ഷഹന സലാം, അസ്ലം ആദിനാട്, DCC ഭാരവാഹികളായ ചിറ്റുമൂല നാസർ, നജീബ് മണ്ണേൽ, മുൻ യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റുമാരായ A. അസീസ്, CO കണ്ണൻ, ഷിബു S. തൊടിയൂർ, ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് K. ജവാദ്, കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റുമാരായ N. രമണൻ, സുന്ദരേശൻ, യൂത്ത് കോൺഗ്രസ് നേതാക്കളായ കിരൺ, ഷമീർ, മുഹ്സിൻ, റജീന, നവാസ്, ഷാനവാസ് എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി. കൊല്ലം പ്രസ് ക്ലബ്ബ് പുതുവത്സരാഘോഷം സംഘടിപ്പിച്ചു. പരിപാടികൾ ജില്ലാ കളക്ടർ N. ദേവിദാസ് കേക്ക് മുറിച്ച് ഉദ്ഘാടനം ചെയ്തു. മുതിർന്ന മാധ്യമപ്രവർത്തകരെ ചടങ്ങിൽ ആദരിച്ചു. പ്രസിഡന്റ് G. ബിജുവിന്റെ അധ്യക്ഷതയിലാണ് പുതുവത്സരാഘോഷം സംഘടിപ്പിച്ചത്. കൊല്ലത്തിന്റെ മാധ്യമപ്രവർത്തനത്തിന് വലിയ ചരിത്രമാണുള്ളതെന്നും ആ പാരമ്പര്യം വരുംകാലങ്ങളിൽ തുടരണമെന്നും ജില്ലാ കളക്ടർ N. ദേവിദാസ് പറഞ്ഞു. ജനാധിപത്യത്തിന്റെ 4ാം തൂണ് എന്നറിയപ്പെടുന്ന ഫോർത്ത് എസ്റ്റേറ്റ്, അപ്പൊ അതിന്റെ പ്രയോക്താക്കളായിട്ടുള്ള മാധ്യമ പ്രവർത്തകരെ അഡ്രസ് ചെയ്യേണ്ട അവരുടെ ഒരു പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ അതിന്റെ ഒരു ന്യൂ ഇയർ സെലിബ്രേഷനിൽ പങ്കെടുക്കേണ്ട എന്റെ ഉത്തരവാദിത്വമാണെന്ന് കരുതിയോണ്ടാണ് ഞാൻ ഇതിൽ പങ്കെടുക്കാൻ തീരുമാനിച്ചത്. മാത്രമല്ല ഏറെ സന്തോഷമാണ്, നാം എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ് മാധ്യമ സുഹൃത്തുക്കൾ. പലപ്പോഴും എനിക്ക് പല കാര്യത്തിലും ഒരു ഉൾക്കാഴ്ച നൽകുന്നതിനുള്ള പ്രവർത്തനങ്ങളും അവർ നടത്താറുണ്ട്. സാധാരണയായിട്ട് ഭരണ സംവിധാനത്തിൽ അതിന്റെ നേതൃത്വം വഹിക്കുന്ന ഒരാളെന്ന നിലയിൽ സമൂഹത്തിൽ നടക്കുന്ന കാര്യങ്ങൾ അറിയിക്കുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അത് ചൂണ്ടിക്കാണിക്കുന്നതിന് വേണ്ടിയിട്ട് തീർച്ചയായും മാധ്യമ പ്രവർത്തകരുടെ അവരുടെ പ്രവർത്തനങ്ങൾ വളരെ ശ്രദ്ധേയമാണ്. കൊല്ലത്തിന്റെ വികസന പ്രവർത്തനങ്ങളിൽ മാധ്യമങ്ങൾക്ക് വലിയ പങ്കാണ് നിർവഹിക്കാനുള്ളതെന്നും കളക്ടർ കൂട്ടിച്ചേർത്തു. സെക്രട്ടറി സനൽ D. പ്രേം, സുജിത് സുരേന്ദ്രൻ എന്നിവരും സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കൊല്ലം. തേവലക്കര ഇമ്മാനുവൽ മാർത്തോമ ചർച്ചിൽ ശതോത്തര രജത ജൂബിലി സമാപിച്ചു. ഇടവക കൺവെൻഷനും സമാപനമായി. ഡയറക്ടറി പ്രകാശനം, അനുമോദനം, ആദരവ് എന്നിവയും നടത്തി. തേവലക്കര ഇമ്മാനുവൽ മാർത്തോമ ചർച്ചിൽ ശതോത്തര രജത ജൂബിലി സമാപിച്ചു. ശതോത്തര രജത ജൂബിലിയുടെ സമാപന സമ്മേളനവും ഇടവക കൺവെൻഷന്റെ സമാപനവും ഡോക്ടർ തിയഡോഷ്യസ് മാർത്തോമ മെത്രാപ്പൊലീത്ത നിർവഹിച്ചു. വിദേശ നാടുകളിലേക്കൊക്കെ കടന്നു പോവുകയും അവിടെയൊക്കെ ചെന്ന് താമസിച്ച് പഠിച്ച് ആ പ്രദേശത്തിനെ വളർന്നു വരുവാനൊക്കെ നാം ആഗ്രഹിക്കുകയും ചെയ്യുന്ന കാലങ്ങളിലാണ് നാം വന്ന് ചേർന്നിരിക്കുന്നത്. ഈ ഒരു കാലഘട്ടത്തിൽ തന്നെയാണ് സഭയിലെ 3 എപ്പിസ്കോപ്പന്മാരെ കൂടെ ലഭിക്കുന്നതിനിടയായിട്ടുള്ളത്. സഭയിലെ ജനങ്ങളുടെ നിരന്തരമായുള്ള പ്രാർത്ഥനയും ഒത്തൊരുമിച്ച് മണ്ഡലത്തിൽ ചേർന്ന് വന്ന് അവരെ തിരഞ്ഞെടുക്കുവാനും കാണിച്ചതായിട്ടുള്ള ഉത്സാഹമെല്ലാം ആരും മറന്നു പോകുന്നതിനായിട്ടിടയാവരുത്. നമ്മുടെ പ്രാർത്ഥനയുടെ ഫലമായി ദൈവം നൽകിയതായ ദാനമാണ് 3 പുതിയ എപ്പിസ്കോപ്പന്മാരെ എന്നത് മനസ്സിലാക്കുമ്പോൾ ഇപ്പോഴുള്ള 12 എപ്പിസ്കോപ്പന്മാരെ ഓർത്ത് ദൈവത്തെ സ്തോത്രം. ഇടവക വികാരി റവറന്റ് തോമസ് യേശുദാസൻ അധ്യക്ഷത വഹിച്ചു. തോമസ് ജോൺ പ്രാരംഭ പ്രാർത്ഥനയ്ക്ക് കാർമ്മികത്വം വഹിച്ചു. ഇടവക ഡയറക്ടറുടെ പ്രകാശനവും ഡോക്ടർ തിയഡോഷ്യസ് മാർത്തോമ മെത്രാപ്പൊലീത്ത നിർവഹിച്ചു. കോവൂർ കുഞ്ഞുമോൻ MLA അനുമോദനവും ആദരവും നടത്തി. ശ്രീനാരായണ ദർശനം വളരെ ആധികാരികമായി പഠിച്ച് അതിനാണ് ഡോക്ടറേറ്റ് കിട്ടിയത്. നമ്മുടെ സഭയുടെ കാര്യങ്ങളിൽ ഇടപെട്ടതിലല്ല ഡോക്ടറേറ്റ്. അതാണ് നമ്മുടെ തിരുമേനിയുടെ ഏറ്റവും പ്രസക്തമായിട്ടുള്ള കാര്യങ്ങൾ, അതാണ് എടുത്തു പറയാൻ കഴിയുന്നത്. അപ്പോൾ മാർത്തോമാ സഭയെ മാത്രമല്ല, നമ്മുടെ സമൂഹത്തിലെ എല്ലാ മതങ്ങളെയും വിശ്വാസങ്ങളെയും ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും ഇഷ്ടാനങ്ങളെയും എല്ലാം ഇഷ്ടപ്പെടുന്ന ഏക വ്യക്തിയാണ് നമ്മുടെ തിരുമനസ്. PC വിഷ്ണുനാഥ് MLA മുഖ്യ സന്ദേശം നൽകി. ഗുരുദേവ ദർശനങ്ങളിൽ ഡോക്ടറേറ്റുള്ളയാളാണ് അഭിനയായ അദ്ദേഹം സന്യാസ ശ്രേഷ്ഠനാണ്. സമൂഹത്തിന് ഇനി ഒരുപാട് സംഭാവനകൾ കർത്തവസഭയ്ക്ക് മാത്രമല്ല കേരളത്തിന്റെ പൊതുസമൂഹത്തിന് വലിയ ദർശനവും നേതൃത്വവും നൽകാൻ അദ്ദേഹത്തിന് കഴിയും. ഈ ഗവൺമെന്റിന്റെ തുടർന്നുള്ള പ്രവർത്തനങ്ങൾ ബൈനാഗപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PM സെയ്ത, അനിൽ മത്തായി, KN ജോൺ, എബി പാപ്പച്ചൻ, വർഗീസ് തരകൻ, ലാലി ബാബു, ഷൈജു ജോർജ് തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ശാസ്താംകോട്ട. പ്രധാന വാർത്തകൾ വീണ്ടും.
മത്സ്യബന്ധന വള്ളം തകർന്നു. 5 മത്സ്യത്തൊഴിലാളികളെ രക്ഷപ്പെടുത്തി. വള്ളം മുങ്ങിക്കൊണ്ടിരിക്കുന്നതായും വള്ളത്തിൽ തന്നെ പിടിച്ചു കിടക്കുന്നതായി കാണപ്പെട്ട് മറൈൻ എൻഫോഴ്സ്മെന്റ് ടീമും അവരെ രക്ഷപ്പെടുത്തി. നീണ്ടകരയിൽ നിന്ന് 15 നോട്ടിക്കൽ മൈൽ അകലെയായിരുന്നു അപകടം. 5 പേരും കൂടെ കടലിലേന് നീന്തി കിടന്നു. 20 ലക്ഷം രൂപയുടെ നഷ്ടം കണക്കാക്കുന്നു. വീട്ടിൽ അതിക്രമിച്ചു കയറി 17-കാരിയെ മദ്യം നൽകി പീഡിപ്പിച്ചു. സംഭവത്തിൽ മധ്യവയസ്കനെ അറസ്റ്റ് ചെയ്തു. അഞ്ചൽ അഗസ്തിക്കോട് ഗൗരിയിൽ ഷിജുവിനെയാണ് അറസ്റ്റ് ചെയ്തത്. പുതുവത്സരാഘോഷം കുന്നത്തൂർ താലൂക്കിൽ വാഹന പരിശോധന. റവന്യൂ എക്സൈസ് വകുപ്പുകൾ സംയുക്തമായാണ് പരിശോധന നടത്തിയത്. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. സൗത്ത് വോയിസ് കൊല്ലം ജില്ലയിൽ തുടങ്ങുന്ന കേരള വിഷൻ ജില്ലാ ഡിസ്ട്രിബ്യൂഷനിലേക്കും ജില്ലാ ചാനലിലേക്കും ജില്ലയിലെ വിവിധ പ്രാദേശിക കേന്ദ്രങ്ങളിലായി ആരംഭിക്കുന്ന കൺസ്യൂമർ സ്റ്റോറുകളിലേക്കും താഴെ പറയുന്ന വിഭാഗത്തിലേക്ക് അപേക്ഷകൾ ക്ഷണിക്കുന്നു. റിസപ്ഷനിസ്റ്റ്, ജനറൽ മാനേജർ, ടാക്സ് ഓർ ലീഗൽ അഡ്വൈസർ, ഓഫീസ് സെക്രട്ടറി, ഓഫീസ് സ്റ്റാഫ്, അക്കൗണ്ടന്റ്, സെയിൽസ് മാനേജർ, മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ്, ഫീൽഡ് സ്റ്റാഫ്, സ്റ്റോർ കീപ്പർ, ചാനൽ പ്രോഗ്രാം ഷെഡ്യൂളർ, കൺട്രോൾ റൂം ടെക്നീഷ്യൻ, വീഡിയോ എഡിറ്റർ, ക്യാമറാമാൻ, ന്യൂസ് എഡിറ്റർ, പ്രോഗ്രാം പ്രൊഡ്യൂസർ, പ്രോഗ്രാം ആങ്കർ, ഡ്രൈവർ. മുൻപരിചയമുള്ളവർക്ക് മുൻഗണന. കൂടുതൽ വിവരങ്ങൾ ഞങ്ങളുടെ ചാനലിലെ സ്ക്രോളിംഗ് പരസ്യത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. മറ്റു വിവരങ്ങൾക്ക് 7025017405 എന്ന നമ്പറിൽ ബന്ധപ്പെടുക.